വട്ടിയൂർക്കാവിൽ പ്രചാരണത്തിൽ NDA ബഹുദൂരം മുന്നിൽ. ആർ ശ്രീലേഖയ്ക്കായി വോട്ട് അഭ്യർത്ഥിച്ച മേയർ VV രാജേഷ് മണ്ഡലത്തിലിറങ്ങി. S ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരത്ത് ശക്തിയേറിയ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വികസനം എത്തിച്ചൊരു വികസന നായകൻ തിരുവനന്തപുരത്തിൻ്റെ മേയർ ഇന്ന് വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥിക്കായി വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ജനം TVക്കൊപ്പം മേയർ ചേരുകയാണ്. എങ്ങനെയുണ്ട് വട്ടിയൂർക്കാവിൻ്റെ വീടുകളിൽ കയറുമ്പോൾ അവരുടെ മനസ്സ്, ഒപ്പം തന്നെ 3 മാസത്തെ വികസനത്തിൻ്റെ വിലയിരുത്തൽ കൂടിയല്ലേ? ഇത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വട്ടിയൂർക്കാവ് വാർഡാണ്. അവിടുത്തെ കൗൺസിലർ നന്ദഭാർഗവാണ് എന്നോടൊപ്പം ഉള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പ്രവർത്തകരൊക്കെ ഉണ്ട്. വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. പ്രത്യേകിച്ചും സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും അതുപോലെ തന്നെ സാമൂഹികമായി സാമുദായികമായൊക്കെ തന്നെ കുറച്ച് അവശത ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ജനങ്ങളുടെ ഇടയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അവരൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തി കേന്ദ്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി അവരൊക്കെ തന്നെ അവിടെ നിന്ന് വിട പറഞ്ഞ്, പ്രത്യേകിച്ചും കോർപ്പറേഷൻ ഭരണം BJPയിൽ എത്തിയതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ കോർപ്പറേഷൻ വഴി അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചു. അതിലൊക്കെ തന്നെ അവർ തൃപ്തരാണ്. കൂടുതൽ ആവശ്യങ്ങൾ ഞങ്ങളോട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കം നടത്തുന്ന ഒരു ഭരണം കൂടി തിരുവനന്തപുരത്ത് വന്നതോടെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ NDA സ്ഥാനാർത്ഥി ശ്രീമതി ആർ ശ്രീലേഖ വിജയിക്കും. വട്ടിയൂർക്കാവിലൊരു മാറ്റം, ഒരു വനിതാ MLA വേണമെന്നൊരു ആഗ്രഹം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അത് ആവശ്യമാണ്. കാരണം 4 നിയോജക മണ്ഡലങ്ങളിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അവിടെ ഒരു വനിത, ഇത്രത്തോളം വനിതാ വോട്ടർമാരുള്ള സ്ഥലത്ത് ഒരു വനിത, അതോടൊപ്പം തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഏറ്റവും മികവ് തെളിയിച്ച ഒരു വനിത, അവർ സർവീസിലിരുന്ന സമയത്ത് ഏറ്റവും നല്ല പോലീസ് ഓഫീസറെന്ന് കഴിവ് തെളിയിച്ച ഒരു വനിതയൊക്കെ തന്നെ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച് വരുമ്പോഴേക്കും അത് വളരെ നല്ല മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. മന്ത്രിമാരുമായിട്ടുള്ള ചർച്ചകളിൽ മുങ്ങിപ്പോകുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണം? അല്ല, അവർ പറയുന്ന കാര്യങ്ങളൊന്നും ജനങ്ങൾ വലിയായിട്ട് മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഈ മന്ത്രിമാരൊക്കെ ഇത്രയും കാലം തിരുവനന്തപുരം ഭരിച്ചിട്ട് തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ. ഈ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ മന്ത്രി ശ്രീ V ശിവൻകുട്ടിയും VK പ്രശാന്ത്, മുൻ മേയർ, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി വട്ടിയൂർക്കാവിൽ, ഇവരൊക്കെ തന്നെ നിരവധി കാലം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങൾ ഇരുന്ന് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അവർ തിരുവനന്തപുരത്ത് നിന്ന് രൂക്ഷമായ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്, അവർ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഒരു വ്യവസായം കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. 10 വർഷം കൊണ്ട് അവരുടെ ഗവൺമെൻറ്റിലെ ഭരിക്കുന്നത്. കടകംപള്ളിയും ശിവൻകുട്ടിയും മാറിയും തിരിഞ്ഞ് മന്ത്രിമാരായിരുന്നില്ലേ. അപ്പോൾ അതൊന്നും സാധിക്കാത്തൊരു സാഹചര്യത്തിൽ പിന്നെ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായും വട്ടിയൂർക്കാവിലെ വ്യാപാരി വ്യവസായി സമൂഹം പ്രതിഷേധത്തിലാണ്. അവരുടെയൊക്കെ കട ഇടിച്ചു പൊളിച്ചിട്ട് അടുത്ത ദിവസം അവിടെ വികസനം തുടങ്ങുമെന്ന് പറഞ്ഞു. കട ഇടിച്ചു പൊളിച്ചത് മിച്ചം വികസനം തുടങ്ങാനുള്ള പണമില്ല. ഇപ്പോൾ ട്രഷറിയിൽ ഒരു ബില്ലും മാറുന്നില്ല. അപ്പോൾ ഇത്രത്തോളം വലിയ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാർ അനുഭവിക്കുമ്പോഴേക്കും അതൊക്കെ തന്നെ സംസാരിക്കുവാനും അതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മന്ത്രിമാർ തയ്യാറാകുന്നില്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് ജനരോഷം ആളിക്കത്തിക്കുകയാണ്. സൂചിപ്പിച്ചതല്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ്. മേയറുടെ തെരഞ്ഞെടുപ്പ് പര്യടനവും തുടരുകയാണ്. കാരണം വിവിധ മണ്ഡലങ്ങളിലെത്തി അദ്ദേഹം തെരഞ്ഞെടുപ്പിനായി ഒപ്പം ഓരോ സ്ഥാനാർത്ഥികൾക്കുമായി വോട്ട് അഭ്യർത്ഥിക്കുകയുമാണ്. എന്തായാലും ശക്തിയേറിയ ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ് എന്നുള്ളത്. അപ്പോൾ വികസനം, വിശ്വാസമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും ഇത്തവണ എന്നുള്ളതിൽ സംശയമില്ല. അത്രയധികം ആളുകൾ, വോട്ടർമാർ BJPയെ സംബന്ധിച്ചിടത്തോളം, കാരണം അത്രയധികം ഭൂരിപക്ഷം കിട്ടി തിരുവനന്തപുരം നഗരസഭ പിടിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ വട്ടിയൂർക്കാവിലെ കൗൺസിലർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവിടുത്തെ വോട്ടർമാരുടെ മനസ്സ് പക്ഷേ കൂടുതൽ അറിയാവുന്ന ഒരാളാണ്. കഴിഞ്ഞ 2 തവണയായി കൗൺസിലുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് വട്ടിയൂർക്കാവിൻ്റെ മനസ്സ് വോട്ടഭ്യർത്ഥന? വട്ടിയൂർക്കാവിൽ ഉറപ്പായിട്ട് തവണ BJP ജയിക്കും. BJPയുടെ സ്ഥാനാർത്ഥിയെ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയായിട്ടുള്ള, കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ DGP ആയിട്ടുള്ള, കേരളത്തിൻ്റെ പെൺപുലി എന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ വിശേഷിപ്പിക്കുന്ന ആർ ശ്രീലേഖയാണ് വട്ടിയൂർക്കാവിൽ BJPയുടെ സ്ഥാനാർത്ഥി. വട്ടിയൂർക്കാവിൽ BJP ഉറപ്പായിട്ടും വിജയിക്കും. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടല്ലേ വട്ടിയൂർക്കാവിൽ? പിന്നെ മാറ്റം വേണ്ട. ഇങ്ങനെ എല്ലാ കാലവും ഇങ്ങനെ ഇത്രയും ദുരിതത്തിലും ഇത്രയും കഷ്ടപ്പാടിലും ഈ അഴിമതിയിലും ഈ ചെളിക്കുണ്ടിലും ഈ ഒരു വികസനമില്ലാത്തൊരു സംസ്ഥാനത്ത് ഈ PR വർക്കിൻ്റെ ഇടയിൽ മാത്രം ജീവിച്ചാൽ മതിയോ? ജനങ്ങൾക്കൊരു മാറ്റം വേണ്ടേ? ജനങ്ങൾക്ക് വികസനം വേണ്ടേ? ഇവിടുത്തെ ഈ ഗതികേടെല്ലാം മാറണ്ടേ? ഇപ്പോൾ എന്താ പറയുക, തിരുവനന്തപുരം നഗരസഭയിൽ BJP ഭരണത്തിൽ വന്നതിന് ശേഷം ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, പുതുതായിട്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നഗരസഭാ ഭരണത്തിന് കൂടുതൽ കരുത്തേകാൻ തിരുവനന്തപുരം സിറ്റിയിലുള്ള 4 MLA-മാരും BJPയുടേതാകണം. തെരഞ്ഞെടുപ്പ് പ്രചാരണം വട്ടിയൂർക്കാവിൽ ചൂടുപിടിക്കുകയാണ്. വീട്ടമ്മമാർക്കും എന്താണ് പറയാനുള്ളത്? വോട്ടർമാരാണ്, അവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ചേച്ചി, എങ്ങനെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? ആർക്കായിരിക്കും വോട്ട്? എല്ലാ സ്ഥാനാർത്ഥികൾ വീടുകളിൽ വന്നു തുടങ്ങിയില്ല. പിന്നീട് ഇപ്പം എല്ലാവരും കൂടെ വന്നത് സന്തോഷം. ശ്രീലേഖ IPSനെ പറ്റി എന്താ അഭിപ്രായം? വോട്ടപ്പോൾ ശ്രീലേഖയ്ക്കായിരിക്കും? നല്ല ഒരാൾ, നല്ലൊരു ലേഡി എന്നുള്ള
ഇതാണ് നമുക്ക്, അതായത് ഇത്രയും പൊസിഷനിലും ഒക്കെ ഇരുന്ന ഒരാളായതുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കും എന്നാണ് അഭിപ്രായം, എൻ്റെ അഭിപ്രായം. അവർ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അവർ വരണം എന്നാഗ്രഹിക്കുന്നു. BJP ജയിക്കണം, അതല്ലേ നല്ലത്. നമ്മൾ ആവശ്യമെന്ന് വെച്ചാൽ ഈ നാട്ടിൽ ഇനി ഇങ്ങനെ ഒരു കൊള്ള സംഘ ഭരണം വേണ്ട. സാധുക്കൾക്ക് ജീവിക്കണം, കുട്ടികൾ 10 ക്ലാസ് പഠിച്ച അതുങ്ങൾക്കൊരു തൊഴിൽ, പിന്നെ നമുക്ക് നിത്യവൃത്തിക്ക് ഒരു ഇതുമില്ല, ഒരു തൊഴിലും ഇല്ല. ഒരുപാട് കഷ്ടത. ആശുപത്രികളിൽ പോയാൽ 10 ഗുളികയ്ക്ക് എഴുതിയാൽ ഒരെണ്ണം കിട്ടും മെഡിക്കൽ കോളേജിൽ. പിന്നെ ഈ അമ്മ മാത്രമുണ്ട്, 80 വയസ്സായ അമ്മയ്ക്ക് കൂട്ടിന് ആമവാദം പിടിച്ച ഞാൻ. എൻ്റെ അമ്മയ്ക്കും എന്നും അസുഖം. യവന്മാർക്ക് അറിയാം നമ്മൾ തൊലഞ്ഞതാണ്, മരിക്കണേന് തുല്യം. ഇനി വരരുതേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. ഭരണമാറ്റം വേണമെന്ന് പല വോട്ടർമാരും പറയുന്നുണ്ട്. ഒപ്പം തന്നെ വികസനം ഇങ്ങോട്ടേക്ക് എത്തണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്തായാലും പ്രചരണം തുടരുകയാണ്. വട്ടിയൂർക്കാവിൻ്റെ മനസ്സറിഞ്ഞ് ഒപ്പം തന്നെ വിശ്വാസം സംരക്ഷിച്ച് അങ്ങനെ വികസനം കൂടെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വികസനം എത്തിച്ചുകൊണ്ട് മേയറും സംഘവും അങ്ങനെ പ്രചാരണം തുടരുകയാണ്. എന്തായാലും കഴിഞ്ഞ 3 മാസം തലസ്ഥാന ജില്ലയിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായ വികസന മുന്നേറ്റം അത് തന്നെയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇപ്പോൾ ചർച്ചയാകുന്നത്. ആ ചർച്ചയ്ക്കൊപ്പമാണ് ഓരോ വോട്ടർമാരും നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും മാറ്റം ആഗ്രഹിക്കുന്ന വോട്ടർമാരുണ്ട് വട്ടിയൂർക്കാവിൽ എന്നുള്ളതാണ് ഈ പ്രചാരണ കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യാമറാമാൻ രഞ്ജിത്ത് മോഹനൊപ്പം എസ് ശാലിനി ജനം, തിരുവനന്തപുരം.